ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നു, അൺബോക്സിങ് സംഭവമൊക്കെ ചെയ്യാൻ പോകുന്നു. ഒരു BP മോണിറ്ററാണ്. നമ്മുടെ ഹെൽത്ത് സെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു BP മോണിറ്ററാണ്. ഇത് അത്യാവശ്യം നമുക്ക് OLED ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആം ബ്ലഡ് പ്രഷർ മോണിറ്ററാണ്. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് BP144 ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ബോക്സിന് ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചുതരാം. നമുക്ക് മെയ്ഡ് ഫോർ ഇന്ത്യ 1 ഇയർ വാറണ്ടി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന് ആമസോണിലൊക്കെ നമുക്ക് 1300 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ ബേസിക് വേരിയൻ്റൊക്കെ 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 90 മെമ്മറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, WHO ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നമ്മുടെ റീഡിങ് ഹൈ ആണോ ലോ ആണോ നോർമൽ ആണോ സംഭവം കാണിക്കുന്ന സംഭവം. അതുപോലെ തന്നെ ലാർജ് അഡ്ജസ്റ്റബിൾ ഹാൻഡ് കഫാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രാച്ച് പ്രൂഫ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോക്കിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ Type-C കമ്പാറ്റബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന 4 AAA ബാറ്ററിയാണ്. അപ്പോൾ AAA ബാറ്ററി കഴിയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ Type-C ചാർജിങ് കേബിൾ കൊണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ നോർമൽ ഫോണിൽ ഉപയോഗിക്കുന്ന സംഭവം. പിന്നെ LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 3 റീഡിങ്ങിൻ്റെ ആവറേജ് കിട്ടും. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ആക്ച്വലി ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഹെൽത്ത് സെൻസ് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. പക്ഷെ എന്നാലും നമ്മൾ ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ MRP വരുന്നത് 2300 രൂപയാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 1300 രൂപയ്ക്കാണ് നമുക്ക് ആമസോണിൽ ബൈയിങ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടഡ് സാധനമാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കാരണം. എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ BP മോണിറ്റർ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി 2 ഉണ്ട്. ഓമറോണിൻ്റെ ഉണ്ട്, പിന്നെ ഡോക്ടർ ട്രസ്റ്റിൻ്റെ ഉണ്ട്. അത് നിങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ജസ്റ്റ് ഇത് അൺബോക്സിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന്. വലിയ സംഭവമൊന്നുമില്ല, നമ്മുടെ മെയിൻ ഡിവൈസ് തന്നെയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഇതാണ് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഈ ഡിവൈസ് കിടിലാണ് സംഭവം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലുക്കുമാണ്. ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നുണ്ടോ. ഇത് ബാറ്ററി ഇടാനുള്ള സംഭവം ഉണ്ട്. നമുക്ക് ഇവിടെ Type-C കേബിളും Type-C കുത്താനുള്ള ഒരു പോർട്ടും ഉണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ കിടിലുണ്ട്. അത് ഒന്ന് എടുത്ത് പറയാണ്ട് വയ്യ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ട് വർത്താനം പറയും സാധനം. And refrain from talking during measurement and keep cuff at the heart level. Measuring over. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്, നമുക്കൊരു ഹാൻഡ് കഫ് വരും. ബാറ്ററി ഉണ്ടാകുന്നു, ഞാൻ ബാറ്ററി ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഹാൻഡ് കഫ് നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഹാൻഡ് കഫ് നല്ല ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഹാൻഡ് കഫാണ്. ഇതാണോ, അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. പിന്നെ നമുക്കൊരു ബുക്ക്ലെറ്റും വാറണ്ടി കാർഡും ഉണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് കാണിച്ചു തരാം. വാറണ്ടി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് അവരുടെ വാറണ്ടി കാർഡ് വരുന്നത്. അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള healthscience.in കാണിച്ചിട്ടുണ്ട് ബാക്കിൽ. പിന്നെ നമ്മുടെ ഒരു മാനുവൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അത്യാവശ്യം യൂസർ മാനുവൽ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷാണ് മാത്രമേ ഉള്ളൂ നോക്കട്ടെ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ഡീറ്റെയിൽസും സംഭവങ്ങളും ഒക്കെ FAQ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇത് വർക്കിംഗ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൽ 3 ബട്ടൺസ് നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, പിന്നെ മെമ്മറി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഇത് റീഡിങ് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ, ബാക്കി എല്ലാതും ഒമറോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ കൈ അട്ടയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് വയ്ക്കുക. ഞാനൊന്ന് താഴ്ത്തിക്കാക്കാം ക്യാമറ. അപ്പോൾ എന്താ അങ്ങനെ വിട്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും സംഭവം. വർക്കിംഗ് പരിപാടിയൊക്കെ അറിയായിരിക്കും. സ്റ്റാൻഡ് അവർ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ വർത്താനം പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വർത്താനം പറയണം, അപ്പോൾ ചെറിയ വേരിയേഷൻ കാണിക്കട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഇത് നിലത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതാണ് വെച്ചുകൊണ്ടോ. From talking during measurement and keep cuff at the heart level.
അപ്പോൾ ഇതിൽ ഈ കാണിക്കുന്ന വേരിയേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ അത് കറക്റ്റ് സ്ട്രൈറ്റ് അല്ല വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ വർത്തമാനവും പറയുന്നുണ്ട് ഇടയ്ക്കൂടെ. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കിടില്ല, കണ്ടോ, ഒന്നും രക്ഷയില്ല. നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതിൽ ഡയസ്റ്റോളിക്കും അതുപോലെ തന്നെ സിസ്റ്റോളിക്കും മീഷേഴ്സും കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞു തരും. നമുക്ക് മെഷർ ഞാൻ ഇതിൽ റിസൾട്ട് വരുമ്പോൾ കാണിച്ചു തരാം. എൻ്റെ അമ്മമാർ ഞെക്കിക്കൊല്ലിട്ട് തന്നെ. അതുപോലെ തന്നെ പൾസ് കാണിക്കും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ BP ഏത് എന്താ പറയുക റെഡിലാണോ അതിൻ്റെ ഒരു ലൈറ്റ് കാറ്റഗറി കാണിക്കും. റെഡ്, ഓറഞ്ച്, ഗ്രീൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ റേറ്റിംഗ് അറിയാൻ പറ്റും. അപ്പോൾ ഇനി എന്തായാലും സംഭവം വരട്ടെ. BP ചെക്ക്, അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ മെമ്മറി സംഭവങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആവറേജും കാണിക്കും കേട്ടോ. ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ ആവറേജ് നമുക്ക് ഇതിൽ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ആവറേജ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൽ ഓൾറെഡി ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാണിച്ചു Your blood pressure is systolic 131. ഇതിപ്പോൾ വെച്ചാറിന് ഇറഗുലാരിറ്റി കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് സെൻസിൻ്റെ BP മോണിറ്റർ. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു BP മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓംബ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1700 ആ റേഞ്ചിലൊക്കെ വരും പ്രൈസ്. പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ റിസ്റ്റിൽ വെക്കുന്ന ഓംബ്രൗണ്ട് BP മോണിറ്റർ കാണാത്തവരൊക്കെ കണ്ടോട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അടുത്ത കാണാം. ബൈ.